Praise the Lord. A very good morning to you all. May God bless everyone with a wonderful supernatural hallelujah morning. Be happy. Be grateful to God. Be thankful to God. God is going to do wonders in our lives in this week. So we are entering into a new week. God has given me this much of healing. Hallelujah. So you can hear my voice. Hallelujah. Live by the word of God. When you do so, it will no longer be you, but God will speak and create things through you. Hallelujah. So I'm blessing everyone with a wonderful, supernatural, glorious week and a wonderful Monday. Hallelujah. നമുക്ക് ഒരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. എന്നിട്ട് വേർഡിലേക്ക് വേഗം പോവുകയാണ്. ഹല്ലേലൂയ. പുത്രൻ്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രൻ്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. താതനും മാതാവും എനിക്കല്ലാതെ, താതനും മാതാവും നീ എനിക്കല്ലാതെ, ഭൂതലം തന്നിലില്ലേ വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ, വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. So let us go to the promise. Hallelujah. God is by our side. ദൈവമക്കളെ, നമ്മളോട് കൂടെ നമ്മുടെ കർത്താവുണ്ട്. ഹാലേലൂയ. റിഖാരാബാസത്തറ. എൻ്റെ കർത്താവിൻ്റെ സഹായം കൊണ്ടാണ് ദൈവമക്കൾക്കറിയോ, എനിക്ക് എത്ര ദിവസമായിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടെന്നറിയോ, സംസാരിക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു. കർത്താവിൻ്റെ വലിയ കൃപയാണ് ഇന്ന് രാവിലെ ആ ടങ്സ് പ്രെയർ ഇടാനും ഈ മെസ്സേജ് ഇപ്പോൾ ഇവിടെ ചെയ്യാനും പരിശുദ്ധാത്മാവാണ് സഹായിക്കുന്നത്. ഹല്ലേലൂയ. ആൻഡ് കർത്താവ് വലിയവ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എളിയവളുടെ ജീവിതത്തിൽ. അതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കാൻ പോവുക. ഹല്ലേലൂയ. ഗോഡ് ഈസ് there to make you stand with his strength. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ സ്ട്രെങ്ത്തിൽ ആണ് നിൽക്കണേൽ ഹല്ലേലൂയ, നമുക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല ദൈവമക്കളെ. ആരും ഇല്ല എന്നുള്ളൊരു ഭാരം ഒന്നും വേണ്ട കേട്ടോ. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക, കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ കർത്താവ് നമുക്കെല്ലാം ചെയ്യാൻ സ്ട്രെങ്ത് തരും. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുവചനം നമ്മൾ ആവർത്തന പുസ്തകം 8:3 വായിക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമാണ് അവിടെ ഉണ്ട്. മാൻ ഡസ് നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ ബട്ട് ബൈ എവ്രി വേർഡ് ദറ്റ് കംസ് ഫ്രം ദ മൗത്ത് ഓഫ് ദ ലോർഡ്. അല്ലേ? കർത്താവ് ജീസസ് ക്രൈസ്റ്റ് നേരിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. നമുക്കറിയാം, നമുക്കൊരു ഫിസിക്കൽ സ്ട്രെങ്ത്തിന് നമുക്ക് ആഹാരം ആവശ്യമാണ്. അല്ലേ? നമ്മൾ 3 നേരം ഫുഡ് കഴിക്കാറുണ്ട്. പക്ഷേ നമ്മൾ എത്ര പേർ കർത്താവിൻ്റെ തിരുവചനം ഭക്ഷിക്കുന്നുണ്ട് ദൈവമക്കളെ? നമ്മുടെ ഇന്നർ സെൽസിന് നമുക്ക് സ്ട്രെങ്തനാവണേൽ നമുക്ക് തിരുവചനം വേണം. Hallelujah. Without it, we will not be willing or strong enough to do anything. Hallelujah. Rikalaba Santara Bara Siko Rasyantara. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് എന്താ പറയുക, ഗോഡ് സ്പോക്ക് ആൻഡ് തിങ്സ് വർ ക്രിയേറ്റഡ്. കർത്താവ് ഓരോ വചനവും വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് ഈ യൂണിവേഴ്സിലുള്ള സകലതും സൃഷ്ടിക്കപ്പെട്ട്. കർത്താവ് പറഞ്ഞു ലെറ്റ് ദെയർ ബി ലൈറ്റ്, അതുപോലെ ലൈറ്റ് ഉണ്ടായി. ലെറ്റ് ദ വാട്ടേഴ്സ് ബി സെപ്പറേറ്റഡ്. അങ്ങനെ വെള്ളങ്ങൾ തമ്മിൽക്ക്
വേർതിരിച്ചു. ലെറ്റ് ദെയർ ബി സെപ്പറേഷൻ ബിറ്റ്വീൻ ഡേ ആൻഡ് നൈറ്റ്. മീൻസ് പകലും രാത്രിയും തമ്മിൽ വേർതിരിപ്പുണ്ടാകട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. അപ്രകാരം സംഭവിച്ചു. അപ്പം കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ തിരുവചനത്തിലൂടെയാണ്. തിരുവചനം വിട്ട്, ഈ ബൈബിള് വിട്ട് എൻ്റെ കർത്താവ് ഇടത്തോട്ട് വലത്തോട്ട് പോകത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. അപ്പം നമ്മൾ വചനം വായിക്കാതിരുന്നാൽ എങ്ങനെ? ഹല്ലേലൂയ. കർത്താവ് യോഹന്നാൻ സുവിശേഷത്തിൽ ജോൺ 6:63 കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ദ വേർഡ്സ് ഐ സ്പീക്ക് ടു യു ആർ സ്പിരിറ്റ് ആൻഡ് ദേ ആർ ലൈഫ്. ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവാണ്, അതൊരു ജീവനുണ്ട്. ഹല്ലേലൂയ. ഇറ്റ്സ് ലൈഫ്. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഐ ആം ദ word that gives life. Therefore, as you receive the word from God, നമ്മൾ ഒരു വചനം വായിക്കുമ്പോൾ, ഒരു വചനം നമ്മളെ ശക്തമായിട്ട് നമ്മുടെ മേലിങ്ങനെ ആരോ പോലെ വരണമെങ്കിൽ നിങ്ങൾ ഓർത്തോളൂ, കർത്താവ് ആ വചനം നമ്മളോട് ഇടപെട്ട വചനമാണ്. നമ്മൾ ചിലപ്പം അധ്യായങ്ങൾ നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ ചില വചനങ്ങൾ നമുക്ക് നേരെ നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുന്ന പോലെ തോന്നാറില്ലേ? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അതൊരു ആരോ പോലെ വരണം, കണ്ടിട്ടില്ലേ? അത് നമ്മളോട് കർത്താവ് ഇടപെടുന്ന വചനമാണ്. അപ്പോൾ ആരും പറയരുത് കർത്താവിനോട് സംസാരിക്കുന്നില്ല, കർത്താവിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നില്ല എന്നാരും പറയരുത്. കർത്താവ് പല കാര്യങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കും. ചിലപ്പോൾ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിലൂടെ ആയിരിക്കും ദൈവം നമ്മളോട് ഇടപെടുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ചേർച്ചിൽ പോയി പ്രാർത്ഥനയ്ക്ക് പോയി ഒരു ദേവദാസനിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിലൂടെ, ചിലപ്പോൾ നമ്മുടെ മക്കളിലൂടെ വരെ കർത്താവ് അവളോട് സംസാരിക്കും, ചില കാര്യങ്ങൾ പഠിപ്പിക്കും, അല്ലേ? സോ വി റിസീവ് ഇറ്റ്. നമ്മൾ അപ്പം ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, കർത്താവിൻ്റെ തിരുവചനം നമ്മൾ വായിക്കണം. വചനം ജഡമായതാണ് യേശു കർത്താവ്. സോ ദിസ് വേർഡ് ഇസ് ഗോഡ്. ഹല്ലേലൂയ. So Holy Spirit will fill you and reveal to you what God is speaking to you. നമുക്കതിനെയാണ് പരിശുദ്ധാത്മ. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഞാൻ പോയാൽ കാര്യസ്ഥനെ, എൻ്റെ കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ അടുക്കലയക്കും. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ he was hallelujah led by the Holy Spirit. ആത്മാവിനാലാണ് നടത്തപ്പെട്ടത്. ആ ആത്മാവിനെ ഈ ഭൂമി എത്ര നാൾ ദൈവമക്കൾ ഇവിടെ നിൽക്കുമോ, ദൈവമക്കൾ കർത്താവിൻ്റെ വരവ് വരെ ഇവിടെ നിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഈ മെസ്സേജ് കേൾക്കുന്നവർക്ക് ഹല്ലേലൂയ, രക്ഷിക്കപ്പെടാത്ത അനേകർ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് ഏറ്റവും എടുത്തിരിക്കുക ദൈവമക്കളെ. പരിശുദ്ധ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ കർത്താവിൻ്റെ മണവാട്ടിയായ സഭയെ കൊണ്ടുപോകുന്നവരേ ഉള്ളൂ. അതെത്ര പേർക്കറിയാം? അത് കഴിഞ്ഞ് ഈ പരിശുദ്ധാത്മാവില്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഹല്ലേലൂയ കൂട്ടാളിയായി, കൂട്ടുസഖിയായി പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിൽ കർത്താവ് വെച്ചേക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഈ കിട്ടുന്ന സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യാതെ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ ലവ് ഓഫ് ജീസസ്. യേശു കർത്താവിനെ നിങ്ങൾ മനസ്സിലാക്കുക, കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. ഹല്ലേലൂയ. റിക്കാറവ ദൈവത്തിൻ്റെ മക്കളായി തീരുക, സ്വർഗത്തിൽ ഓഹരിക്കാരായി തീരുക. കർത്താവിൻ്റെ വരവിൽ നിങ്ങൾ എടുക്കപ്പെടാതെ പോകരുത്. കർത്താവ് വലിയ വച്ചാകുമ്പോൾ വരും ദിവസങ്ങളിൽ എന്തെല്ലാം സംഭവിക്കാൻ പോകും നമുക്കറിയത്തില്ല. പക്ഷേ കർത്താവിൻ്റെ മക്കളെ കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. ഒരുപാട് ദേവദാസന്മാരിലൂടെ നമ്മൾ ഒരുപാട് പ്രവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുവാണ്. വലിയ ഫാമൈൻ വരാൻ പോവുക, വലിയ പ്രളയം വരാൻ പോവുക. എന്തിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്? ഇത് പ്രവചനമായിട്ട് പറയണമെന്നില്ല. നമ്മുടെ ന്യൂസ് പേപ്പർ എടുത്ത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. വാട്ട് ഓൾ തിങ്സ് ആർ ഹാപ്പനിങ് അറൗണ്ട് us. റിക്കാറാബാസ്യാൻ. ദിസ് ഓൾ ഗിവ് us the hallelujah. എന്താ പറയുക, നമ്മളെ റിമൈൻഡിങ് us that his coming is very near. hallelujah. അതുകൊണ്ട് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്തവർ ഹല്ലേലൂയ. മതത്തിൻ്റെ പുറകെ പോയാൽ നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ ചെന്നെത്തത്തില്ല. മതത്തിൻ്റെ പുറകെ പോയാൽ കർത്താവ് വന്നാൽ നിങ്ങൾ പോകത്തില്ല. ഹല്ലേലൂയ. മതത്തിൻ്റെ പുറകെ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടവർ പോലും പല രീതിയിലുള്ള സ്പിരിച്വൽ ഹല്ലേലൂയ അറ്റാക്സിലും കിടക്കുവാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം വിട്ട് ദൂരെ പോവുകയാണ്, പലതിനും വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുവാൻ.
നിങ്ങൾ തള്ളപ്പെട്ടു പോകും. ഹല്ലേലൂയ. റിഖാറാബ് കർത്താവിൻ്റെ തിരുവശം പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവരുമല്ല, ഹല്ലേലൂയ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പോകുന്നത്, സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. ഹല്ലേലൂയ. റിഖാബസ്യാന്തര റീബശ്യാന്തര റീബലബരവശന്തരാധികാരക സന്ദരേ. So receive that word and Jesus will come as that word to bless you on that day. Just as when Moses encountered God while reading the word of God. God said, Moses, now I'll put my words in your mouth to go and speak to the king of Egypt. അല്ലേ? മോശ വിചാരിച്ചാണ് എന്നെപ്പോലെ ഒരുത്തനെയാണോ ഈജിപ്തിലെ ഒരു വലിയ രാജാവിൻ്റെ അടുക്കളേക്ക് അയക്കണേന്ന് ചോദിച്ചിട്ടുണ്ടാവില്ലേ? ഹല്ലേലൂയ. മോശയോടെ ദൈവം ഇടപെട്ടു. ഹല്ലേലൂയ. മോശ, ഹല്ലേലൂയ. റിഖാറാബസന്തരെ റിക്കോറസിയ. കഴിഞ്ഞ ദിവസം ഞാനൊരു മെസ്സേജ് കേട്ടപ്പോൾ അതിലിങ്ങനെയാണ് കേട്ടത്, നമുക്കിപ്പോൾ ബൈബിൾ നമ്മുടെ കയ്യിൽ എന്താ പറയുക, ഒതുക്കി പിടിക്കാൻ പാകത്തിനാണ് നമ്മുടെ കരത്തിൽ തന്നേക്കണേ കർത്താവ്. ഹല്ലേലൂയ. പക്ഷേ അന്നത്തെ കാലത്ത് ഓരോ ചുരുളും എന്തോ വെയിറ്റായിരുന്നെന്നറിയാവോ? കുറച്ച് ചുരുളുകൾ മാത്രമേ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ആ ചുരുളുകളിൽ പോലും അവർ അനുസരണയുള്ളവരായിരുന്നു. ആ ചുരുളുകൾ പോലും അവർ വായിക്കാൻ വെമ്പലുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു, ദാഹമുണ്ടായിരുന്നു. ഇന്നെല്ലാം നമ്മുടെ കരത്തിലുണ്ട്. പഴയ നിയമമുണ്ട്, പുതിയ നിയമവും നമ്മുടെ കരത്തിലുണ്ട്. ഇന്നും വചനം വായിക്കാൻ നമുക്ക് ഭയങ്കര മടിയാണ്. ഹല്ലേലൂയ. വചനം വായിക്കാതെ എങ്ങനെയാണ് നമ്മൾ ദൈവവുമായിട്ട് സംസാരിക്കുന്നത്, ദൈവവുമായിട്ട് ഒരു വലിയ ഇൻറ്റിമസിയിൽ നമ്മൾ എത്തുന്ന ദൈവമക്കളെ, എന്നെ ഉൾപ്പെട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും പല തിരക്ക് കാരണം, ഹല്ലേലൂയ, നമ്മൾ മാറ്റിവെക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയും ദൈവവചന വായനയും. ഹല്ലേലൂയ. അത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു നിമിഷം പോലും മാറിപ്പോകരുത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ കാരണം സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ, എനിക്ക് ഉറക്ക ബൈബിൾ വായിക്കാൻ പറ്റാത്ത കാരണം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഐ വാസ് ജസ്റ്റ് റീഡിങ്, എന്താ പറയുക, നോക്കി വായിക്കുമായിരുന്നു. എനിക്കത് ഉറക്ക വായിച്ചാൽ മാത്രമേ, നമ്മളെപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ ഉറക്ക വായിക്കണം. ഉറക്ക വായിച്ചാൽ മാത്രമേ നമ്മൾ വായിക്കുന്നത് നമ്മുടെ എന്താ പറയുക, സ്പിരിറ്റിന് അത് എടുക്കണം. ഹല്ലേലൂയ. സ്പിരിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ വചനം വായിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ നാവിൽ നിന്ന് ഒരിക്കലും വചനം വിട്ടുപോകരുത്. ഹല്ലേലൂയ. വിഖാലബസന്തര സിക്കോ റസിയാന്തര. അപ്പോൾ തന്നെ ഞാൻ എവിടെ നടന്നു എന്താ ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു ചേർച്ചിൽ ഹലബഷിക്കോ റസിയാന്ത. ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, നമ്മളൊന്നും അങ്ങനെ ആയിത്തീരരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ പറയുവാണ്. എനിക്കറിയാവുന്ന ഒരു കുട്ടിയാണ്. ഹല്ലേലൂയ. ഷി വിൽ റീഡ് ദ ബൈബിൾ. അവൾക്ക് എന്താ പറയുക, ബൈബിള് മുഴുവനായിട്ട് കാണാതെ അറിയാം, പല ചാപ്റ്റേഴ്സ്. എല്ലാ ചർച്ചിനകത്തും ഇടയ്ക്കിടെ എല്ലാ കോമ്പറ്റീഷൻസിലും ഷീസ് ഫസ്റ്റ്. പക്ഷേ അവളുടെ ലൈഫ്, ഹല്ലേലൂയ, ജസ്റ്റ് ഒരു ഇൻസിഡൻറ്റ് കാരണം എന്താ പറയുക, അവളുടെ ലൈഫിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. ഞാൻ എന്താണെന്ന് പറയണില്ല. ഹല്ലേലൂയ. നമ്മൾ ഈ പുറത്തെ അറ്റാക്സ് നമ്മൾ ഏത് വിധത്തിലാണ് വരണേന്ന് നമുക്കറിയത്തില്ല. ചർച്ചിനകത്ത് പോലും ഇപ്പോൾ പല എനിമിയുടെ അറ്റാക്സ് വരുന്നുണ്ട്. ആരുടെ വൈ എങ്ങനെ വരും. പക്ഷേ ഈ ദിവസങ്ങളിൽ പല ദേവദാസന്മാരും, നിങ്ങളിങ്ങനെ എൻ്റെ സൗണ്ടിങ്ങനെ ആയതുകൊണ്ട് നിങ്ങളൊന്നും തോന്നരുത്, കുഴപ്പമില്ല, എനിക്ക് പറയാൻ പറ്റും. ഇത്രത്തോളമെങ്കിലും പരിശുദ്ധാത്മാവ് എനിക്ക് സഹായിച്ചില്ലേ സംസാരിക്കാനായിട്ട്. അപ്പോൾ ആ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് കാരണം അതാ ഇത്രയൊക്കെ ആയിരുന്ന ആ കുട്ടിയെ ആരും സംശയിച്ചിരുന്നില്ല. ബിക്കോസ് അത്രയ്ക്ക് വചന ആ കുട്ടിയുടെ ഉള്ളിലുള്ളത്. ചാപ്റ്റേഴ്സ് ബൈ ചാപ്റ്റേഴ്സ് ഷീ ബൈ ഹാർട്ടഡ്. പേരൻസ് അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു ബൈബിൾ വായിക്കുന്നതിലും ബൈബിൾ ബൈ ഹാർട്ട് ചെയ്യണ കാര്യത്തിലും. പക്ഷേ ഭാരപ്പെടുത്തുന്ന, വിഷമപ്പെടുത്തുന്ന ഒരു കാര്യം അവളിൽ നിന്നുണ്ടായി. ഒരു എനിമിയുടെ അറ്റാക്കാണ്. ആർക്ക് വേണേലും ഏത് സമയത്തും ഉണ്ടാവും. നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ ജഡ്ജ് ചെയ്യാനോ നമ്മൾ നിൽക്കരുതേ മക്കളെ. ഹല്ലേലൂയ. എനിമിയുടെ അറ്റാക്സ് അത്ര. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഇത്രത്തോളം വചനമുള്ള ഒരു കുട്ടി എല്ലാ കോമ്പറ്റീഷൻസിലും വചനത്തിന് ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുന്ന കുട്ടി, അത് സംഭവിച്ചെങ്കിൽ വചനം നേരെ വായിക്കാത്ത, വചനം ബൈ ഹാർട്ട് ആവാത്ത, വചനം ഉള്ളിലില്ലാത്തവരുടെ സ്ഥിതി എന്താകുന്നത് മക്കളെ?
നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കുക. എന്നെ ഉൾപ്പെട്ടാണ് ഞാനീ പറയുന്നത്. നമ്മളെല്ലാം ഇങ്ങനെ, പ്രത്യേകിച്ചും അഭിഷേകത്തിൽ നിൽക്കുന്നവർ, പാസ്റ്റർമാരുടെ മക്കൾ, വചനത്തിൽ നല്ല ഉറപ്പോടെ നിൽക്കുന്നവരെ വീഴ്ത്താൻ ഇങ്ങനെ ഊടാടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സോ ബി വെരി കെയർഫുൾ. നല്ലോണം പ്രാർത്ഥിക്കുക, നല്ലോണം വചനം വായിക്കുക മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇതൊന്നും ആരും നിങ്ങളോട് പറഞ്ഞു തരത്തില്ല, എനിക്കറിയാം. വചനം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം. ഷുഡ് മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗാഡ്. അറബ സിക്ക റബ കറല ഷിക്കറസി അഫ്തറബ. ഈ നമ്മൾ പശുക്കളെ കണ്ടിട്ടില്ലേ? പശുക്കളെ അവർക്ക് നമ്മൾ പുല്ല് കൊടുക്കുമ്പോൾ അത് അവരിങ്ങനെ ച്യൂ ചെയ്ത് കുറേ കഴിഞ്ഞിട്ട് അവർ കുറച്ച് നേരം നിന്നിട്ട് എന്താ പറയുക, തൊഴുത്തിൽ ഇരിക്കും അല്ലേ? ഇരുന്നിട്ട് അതിങ്ങനെ ച്യൂ ചെയ്തിരിക്കുക നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പം ഞാൻ എപ്പോഴും മടിക്കുന്നൊരു കാര്യമാണ് വചനം. എന്താ പറയുക, വചനം വായിക്കും, വചനം ഞാൻ രാവിലെ നിങ്ങൾക്ക് മെസ്സേജ് ഇടാൻ വേണ്ടി ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമെങ്കിലും അത്രയും ഒരു ഡീപ്പ് മെഡിറ്റേഷൻ സത്യം പറയാമല്ലോ എനിക്കും ഇല്ല. അങ്ങനത്തെ ഒരു ച്യൂവിങ് നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്തിട്ടുള്ളപ്പോഴെല്ലാം എനിക്ക് വിട്ടുതൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഞാൻ എന്നെയും കൂടെ ചേർത്താണ് പറയുന്നത്. നമ്മളത് ചെയ്യുവാണെങ്കിൽ ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും നമ്മൾ വിട്ടുവയ്ക്കപ്പെടും ദൈവമക്കളെ. ബിക്കോസ് ഈ വചനത്തിൻ്റെ ഓരോ വാക്കിനും ഇറ്റ് ഇസ് ഗോഡ് സ്ട്രെങ്ത്, ഇറ്റ് ഇസ് പവർ. ഹാലബ ശക്കരലബ. ആറ്റം ബോംബ് പോലെയാണോ വചനത്തിൻ്റെ ഓരോ വാക്കുകളും. നിങ്ങൾ ആ ഓരോ വാക്കുകളും എടുത്ത് നിങ്ങളത് ചൂ ചെയ്ത് നോക്കിക്കേ. അത്തര ബറ സിക്കാർ അബശന്തരെ റിക്കോ റസിയാന്തര. നമുക്കെല്ലാം ഒരുപാട് വീട്ടിലെ കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങൾക്ക് പുറത്തു പോകണം, ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ജീവിതമാകുമ്പോൾ ഒരുപാട് തിരക്കിലാണ്. ശരിയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എന്നെ ഉൾപ്പെട്ടാണ് ഞാനീ പറയുന്നത്, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളങ്ങനെ കുറച്ചുകൂടെ സ്പിരിച്വലി വളരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങളൊരു പ്രയാസം വരുമ്പോൾ നിങ്ങൾ തളർന്നു പോകാതിരിക്കേണ്ടതിനാണ് എന്നെ ഉൾപ്പെട്ട് ഞാനത് അഡ്വൈസ് ചെയ്യുന്നത്. ഞാൻ ഈ കാര്യത്തിൽ പെർഫെക്റ്റ് അല്ല, ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു നിങ്ങളുടെ അടുത്ത്. പല തിരക്കുകൾ കാരണം പലപ്പോഴും ഞാനത് മാറ്റി വെക്കാറുണ്ട്. പക്ഷേ മാറ്റി വെക്കുമ്പോൾ നമ്മുടെ സ്പിരിറ്റിനോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക, വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണത്. ഹല്ലേലൂയ. കർത്താവ് സ്പിരിറ്റ് നമുക്ക് കർത്താവ് രക്ഷിതാവിനെയും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞ് നമ്മുടെ സ്പിരിറ്റ് ഉള്ളിലിരുന്ന് ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുക സ്പിരിറ്റിനുള്ള ഫുഡ് കിട്ടാനായിട്ട്. അപ്പം നമ്മളെപ്പോഴും ഫിസിക്കലിലുള്ള ഫുഡിന് നമ്മൾ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കും. അതിലിപ്പോൾ ഒത്തിരി പേര് ഡയറ്റിലാണ്, ഞാൻ ഒത്തിരി ഡയറ്റിലാണ്, ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതും പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ സ്പിരിറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയണേ. ഓക്കെ, സോ ഈവൻ വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ് അപ്പോൺ ഹിസ് ലിപ്സ് യു ടു വിൽ ഗോ ടു യുവർ വർക്ക് ഓൺ യുവർ മിനിസ്ട്രി വിത്ത് ദിസ് പവർഫുൾ വേർഡ് ഓഫ് ഗോഡ്. അറബസി കോറസിയാന്തര ഗോഡ് വിൽ ക്രിയേറ്റ്. നമ്മൾ ആ വചനം മെഡിറ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ കൽപ്പിക്കുവാണെങ്കിൽ നമുക്ക് അതോറിറ്റി പവർ തന്നിട്ടുണ്ട് ദൈവമക്കൾ. എത്ര പേർക്ക് അതറിയാം? ഹല്ലേലൂയ. ആ വചനം വിളിച്ച് നമ്മൾ പ്രൊക്ലെയിം ചെയ്യണം. ഹല്ലേലൂയ. സോ ഈ പ്രഭാതത്തിൽ ഈ വചനത്താൽ ഞാൻ നിർത്തുവാണ്. സോ ലിവ് ബൈ ഗോഡ്സ് വേർഡ്. സോ റിഖാറാബസന്തര. കർത്താവിൻ്റെ ആ മോശയ്ക്ക് ലഭിച്ചതുപോലുള്ള ആ എക്സ്പീരിയൻസ് നമുക്ക് ഓരോരുത്തർക്ക് ലഭിക്കട്ടെ. മോശയും വചനം വായിച്ചുകൊണ്ടിരുന്നത്, വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കർത്താവ് മോശയോട് സംസാരിച്ചത്. കർത്താവ് എന്താ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. Now I'll put my words in your mouth to go and speak to the king of Egypt. ഞാൻ നിൻ്റെ വായിൽ എൻ്റെ വചനങ്ങൾ ഞാൻ വെച്ചു തരും, അത് നീ പോയി ഈജിപ്തിലെ രാജാവിനോട് പറഞ്ഞാൽ മതി. നമുക്ക് പ്രാർത്ഥിക്കാം. ബാക്കി എല്ലാ വിഷയത്തിനും ഞാൻ പ്രാർത്ഥിച്ച് അത് ടങ്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കേൾക്കുക. ഓക്കെ, സോ ലെറ്റ് us pray. പരിശുദ്ധ പിതാവേ, യേശുനാമത്തിൽ പാതപ്പെടുത്തി വരും. താങ്ക് യു ജീസസ് ഫോർ യുവർ precious word. Your words are alive and active, Daddy. Teach us from the Bible. Precious Holy Spirit-നോട് ദാഹത്തോട് ഞങ്ങൾ ചോദിക്കുകയാണ്. ഡിലിജൻ്റ്ലി എവ്രി ഡേ ഞങ്ങൾ വേർഡ് മെഡിറ്റേറ്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഞങ്ങളുടെ ഓരോ തിരക്കുകൾ, ഞങ്ങളുടെ മാനസിക പ്രയാസങ്ങൾ, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ കാരണം വചനത്തെ ഞങ്ങൾ മാറ്റി നിർത്തല്ലേ പരിശുദ്ധാത്മാവ്. ലെറ്റ് Holy Spirit work miracles in our life. Let word of God operate in us.
ഹാരബശന്ത പരിശുദ്ധാത്മാവെ തക്ക വാക്കുകൾ, പുട്ട് ദ റൈറ്റ് വേർഡ്സ് ഓൺ അവർ ലിപ്സ് ആൻഡ് ലെറ്റ് യുവർ വിസ്ഡം, കർത്താവിൻ്റെ ജ്ഞാനം ഞങ്ങളിലൂടെ ഒഴുകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലെറ്റ് സൂപ്പർ നാച്ചുറൽ വണ്ടേഴ്സ്, ഈ മെസ്സേജ് കേട്ട് എല്ലാവരുടെ മേലെ സൂപ്പർ നാച്ചുറൽ വണ്ടേഴ്സ് നടക്കാനായി പ്രാർത്ഥിക്കുന്നു. ലെറ്റ് ഈച്ച് വേർഡ് ബി മെഷേർഡ് ആൻഡ് പവർഫുൾ ഇൻ us. Hallelujah. Thank you Jesus for hearing our prayers. ഞങ്ങളുടെ സകല പ്രാർത്ഥന കർത്താവെ അടിയനെ കുതിരയെ രക്തം മറിക്കുന്നു, അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഇന്ന് ഈ വീഡിയോ ഇടാനും സഹായിച്ചത് പരിശുദ്ധാത്മാവാണ്. അടിയൻ്റെ ഒരു കഴിവോ ബുദ്ധിയോ ജ്ഞാനമോ ഒന്നുമല്ല. അടിയന് ഒരു കഴിവുമില്ല, ഒരു ബുദ്ധി, ഒരു ജ്ഞാനവും ഇല്ല. പരിശുദ്ധാത്മാവ് അടിയനെ നടത്തിയില്ലെങ്കിൽ അടിയന് ഒരു കാര്യവും ചെയ്യാൻ കഴിയത്തില്ല. ഈച്ച് ആൻഡ് എവ്രി സ്റ്റെപ്പ് പരിശുദ്ധാത്മാവിലാണ് അടിയൻ മുന്നോട്ട് പോകുന്നത്. എല്ലാ മഹത്വം ഈശോപ്പച്ചനെ എടുത്താവട്ടെ. അപ്പന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുവാൻ എളിയവളെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാ കാര്യവും ഞങ്ങളുടെ ജീവിതത്തിൽ സകലതും ഡിസേൺ ചെയ്യുവാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ കർത്താവെ. അങ്ങയുടെ വചനം എപ്പോഴും ഭക്ഷിപ്പാനുള്ളൊരു വിശപ്പ് ഞങ്ങൾക്ക് തരണേ. ഞങ്ങൾ ഹല്ലേലൂയ ഫിസിക്കൽ ഫുഡ് കഴിക്കണ മാതിരി അതിനേക്കാൾ ദാഹത്തോടും വിശപ്പോടും അപ്പൻ്റെ വചനം ഭക്ഷിപ്പാൻ കൃപ തരണമേ കർത്താവ്. മെസ്സേജ് ഇട്ട് എല്ലാവരെയും അനുഗ്രഹിക്കും. മേക്ക് ദിസ് ഡേ വണ്ടർഫുൾ സൂപ്പർ നാച്ചുറൽ ഡേ വിത്ത് മാനി മിറക്കിൾസ്. സകല പ്രാർത്ഥനയെ ആചരിപ്പിക്കുക. ആശുപത്രി സാലോ ഞാൻ കൂടി ജീവിച്ച് യേശുക്രിസ്തുവിൻ്റെ വിശ്വനാമത്തിൽ ആമേൻ. നാളെ നമ്മുടെ ഗൂഗിൾ മീറ്റ് പ്രയർ മീറ്റിംഗ് നടക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിംഗ് ഇറ്റ് വാസ് എ വെരി വണ്ടർഫുൾ മീറ്റിംഗ്, പറയാതിരിക്കാൻ വയ്യ. ഹല്ലേലൂയ ഹാലബശന്തരേ. സോ എല്ലാവരും നാളത്തെ മീറ്റിങ്ങിന് കടന്നു വരണം. കഴിഞ്ഞ പ്രാവശ്യം വരാമെന്ന് പറഞ്ഞിരുന്ന ഒരു സീനിയറായിട്ടുള്ള ദേവദാസനായിരിക്കും നാളെ ശുശ്രൂഷിക്കുന്നത്. ആ ദേവദാസൻ കഴിഞ്ഞ പ്രാവശ്യം ശുശ്രൂഷിക്കാൻ പറ്റിയില്ല. കാര്യം വൈകുന്നേരം ആയപ്പോഴത്തേക്കും പാസ്റ്ററെ അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ മരം ഒടിഞ്ഞു വീണു. അവരുടെ വൈഫൈ ഇലക്ട്രിസിറ്റി എല്ലാം കട്ടായി. അതുകൊണ്ടാണ് ശുശ്രൂഷിക്കാൻ പറ്റാത്തത്. അപ്പോൾ അഹമ്മദ് പാസ്റ്റർ ഈ ആഴ്ച നമ്മളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. സോ ഹീൽ ബി കമ്മിങ് ആൻഡ് മിനിസ്റ്ററിങ് ടു അസ് ടുമോറോ. വളരെ സീനിയറായിട്ട് പ്രോഫിറ്റ് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദേവദാസനാണ്. സോ കഴിയുന്നതെല്ലാവരും നാളത്തെ മീറ്റിംഗ് കടന്നു വരിക. എൻ്റെ തൊണ്ടയുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. സോ ടുമോറോ ഐ വിൽ സെൻഡ് ദ ലിങ്ക്. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. മേ ഗോഡ് ബ്ലെസ് എവ്രി വൺ. നാളത്തെ മീറ്റിങ്ങിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഞാൻ നാളെ രാവിലെ ലിങ്ക് ഇടാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരെയും മീറ്റിങ്ങിൽ കൊണ്ടുവരിക. നമ്മുടെ ചുമതലയാണ്, രക്ഷിക്കപ്പെട്ടവരുടെ ചുമതലയാണ് ബാക്കിയുള്ളവരെ കൂട്ടി കർത്താവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പം നമ്മുടെ മിനിസ്ട്രിയാണെന്ന് ഏറ്റെടുത്ത് നിങ്ങളത് ചെയ്യുക. ഞാനിതിൽ നിന്ന് ഒരു രൂപ പോലും ഞാനിതിൽ നിന്നൊന്നും യൂട്യൂബ് ചാനലിൽ നിന്നോ, എൻ്റെ ചാനലിന് അധികം വലിയ അങ്ങനെ വ്യൂവേഴ്സ് ഒന്നുമില്ല, ഒരു രൂപ പോലും ഞാൻ ആരുടെ ഒന്നും വാങ്ങുകയോ ഒന്നും ചെയ്യാതാണ് കർത്താവിൻ്റെ മിനിസ്ട്രി ചെയ്യുന്നത്. അതുപോലെ നിങ്ങളും ചെയ്യുക. കർത്താവിൽ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവമക്കളെ ആ ബാങ്കിൽ അക്കൗണ്ട് നിറയുന്നത് അങ്ങനെയാണ്. ആ ബാങ്കിൽ അക്കൗണ്ട് നമുക്ക് നിറയ്ക്കാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ, കർത്താവിനോടുള്ള ആഴത്തിലുള്ള സ്നേഹത്താൽ നമുക്ക് കർത്താവിൻ്റെ മിനിസ്ട്രി ചെയ്യാം. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് ചെയ്യുക. ഷ്യൂർലി ഐ പ്രേ ഫോർ യു. ലാസ്റ്റ് ടൈം എല്ലാവർക്കും വേണ്ടി ഇൻറ്റ്യൂട്ടീവ്ലി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. ഐ എം വെരി സോറി അബൌട്ട് ഇറ്റ്. ഈ ആഴ്ച ഷുവറായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും. കാര്യം ആ മെസ്സേജ് ഒത്തിരി നീണ്ടുപോയി. സമയം 9:30 ഒക്കെ ആയി, എല്ലാവർക്കും ഉറങ്ങണ സമയമായി. അതുകൊണ്ടാണ് ഞാൻ വെരി സോറി അബൌട്ട് ഇറ്റ്. ഇപ്രാവശ്യം തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിരിക്കും. പക്ഷേ നിങ്ങൾ കറക്റ്റ് സമയത്ത് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പലരും പല സമയത്തും വന്നാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കണേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടി കർത്താവ് വിടുതലായിരിക്കും കേട്ടോ. മേ ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.